കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. യാക്കോബിന്റെ ലേഖനം അതിൻ്റെ 19-ാമത്തെ എപ്പിസോഡിന്റെ പഠനത്തിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ചില ആഴ്ചകൾക്ക് മുമ്പ് 18-ാമത്തെ എപ്പിസോഡ് പഠിച്ച് നമ്മൾ നിർത്തിയിരുന്നു. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ആ പഠനഭാഗത്ത് നമ്മൾ ചിന്തിച്ചത്. യാക്കോബ് പറയുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി അവിടെ പറയുന്ന ഒരു വിഷയം വളരെ വ്യക്തതയോടെ ചിന്തിച്ചു. വിശ്വാസികളായ ക്രിസ്തീയ വിശുദ്ധന്മാർക്ക് നിരന്തരമായിട്ടുള്ള 3 പോരാട്ടങ്ങളെ കുറിച്ചാണ് 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് യാക്കോബ് പരാമർശിച്ചത്. ലോകം, ജഡം, പിശാച്, ഇത് 3ഉം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്നതായും അതാത് സമയത്ത് അതിന്റെ സ്വഭാവത്തോടെ അത് വെളിപ്പെടുന്നതായും യാക്കോബ് പറഞ്ഞു. ഈ 3 ശത്രുക്കളെ ദൈവവചനം കൊണ്ട് നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിപ്പാൻ ദൈവത്തിന്റെ വചനം നമുക്ക് മതിയായതാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. 8 മുതൽ 17 വരെയുള്ള ഈ വാക്യങ്ങൾ ശക്തിയേറിയ ചില പ്രബോധനങ്ങൾ ഇവിടെ അപ്പോസ്തലൻ നൽകുകയാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വളരെ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട 3 മുന്നറിയിപ്പുകളെ ഒരു പ്രബോധനമായി ഇവിടെ യാക്കോബ് പറയുന്നു. ഈ മുന്നറിയിപ്പുകൾ ഓരോ വിശ്വാസിക്കും വളരെ ഫലപ്രദമായ മുന്നറിയിപ്പാണ്. ദൈവസഭയിൽ ഓരോ വ്യക്തികളും വാസ്തവത്തിലെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്ന അനുഭവത്തിൽ വരണം. അതല്ലെങ്കിൽ സഭാന്തരീക്ഷത്തിൽ ഒരിക്കലും സമാധാനം എന്ന് ഒന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. 3 കാര്യങ്ങളാണ് ഇവിടെ, 3 മുന്നറിയിപ്പുകളാണ് യാക്കോബ് നൽകുന്നത്. 1, വാണിംഗ് അഗൻസ്റ്റ് പ്രൈഡ്, അഹന്തയ്ക്കെതിരെ, അഹങ്കാരത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. 8ഉം 9ഉം 10ഉം വാക്യങ്ങൾ. 2, വാണിംഗ് അഗൻസ്റ്റ് ക്രിറ്റിസിസം, വിമർശനത്തിന് എതിരെയുള്ള മുന്നറിയിപ്പ്. 11ഉം 12ഉം വാക്യങ്ങൾ. അത് കഴിഞ്ഞാൽ 3-ാമത് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വാണിംഗ് അഗൻസ്റ്റ് സെൽഫ് കോൺഫിഡൻസ്, തെറ്റായ ആത്മവിശ്വാസത്തിന് എതിരെയുള്ള മുന്നറിയിപ്പ്. വളരെ വേഗത്തിൽ ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1, വാണിംഗ് അഗൻസ്റ്റ് പ്രൈഡ്, അഹങ്കാരത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. മിക്ക ആളുകൾക്കും ഒരു പരിധി വരെ അഹങ്കാര ചിന്തയുണ്ട്. അതിന് മുഖാന്തരമായി ഭവിക്കുന്ന പശ്ചാത്തലങ്ങൾ പലതായിരിക്കാം. ലൂസിഫർ ദൈവസിംഹാസനത്തിന്റെ മുമ്പാകെ ദൈവദേശം കാത്തു സൂക്ഷിക്കുന്ന കെരൂബുകളിൽ പ്രധാനിയായിരുന്നു. അഹന്തയാണ് അവൻ അവിടെ നിന്ന് നിബന്ധിക്കാൻ കാരണമായി തീർന്നത്. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ നല്ലയോ എന്ന് യാക്കോബ് തന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു ജ്ഞാനിയായ ക്രിസ്തീയ വിശ്വാസി അവൻ വാസ്തവത്തിൽ സമാധാനം വിതയ്ക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വാക്യങ്ങൾ. സമാധാനം വിതച്ചാൽ സന്തോഷം, അന്തമില്ലാത്ത സന്തോഷവും സംതൃപ്തിയുമാണ് നമുക്ക് കൊയ്യുവാൻ സാധിക്കുന്നത്. എന്നാൽ അഹന്ത വാസ്തവത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന ഒരു ഘടകമാണ്. എന്ന് മാത്രമല്ല, ഈ അഹന്ത ചെയ്യുന്ന 3 ദോഷങ്ങൾ യാക്കോബ് ഇവിടെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ സ്കെലിറ്റൻ മാത്രമാണ് നിങ്ങൾ തരുന്നത്. 1, ഇറ്റ് ടേക്സ് ദ ക്രിസ്ത്യൻ എവേ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അഹങ്കാരം മനുഷ്യനെ അകറ്റിക്കളയുന്നു. അതാണ് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു എന്ന് യാക്കോബ് പറയുന്നു. 2, ഇറ്റ്സ് ഡിഫൈൽസ് അവർ ഹാർട്ട്സ് ആൻഡ് വർക്ക്, നമ്മുടെ ഹൃദയത്തെ അത് മലിനപ്പെടുത്തുകയും നമ്മളുടെ പ്രവർത്തനങ്ങളെ
അത് അർത്ഥരഹിതമാക്കി തീർക്കുകയും ചെയ്യുന്നു. അഹങ്കാരമുള്ള ആളുകളെ പലപ്പോഴും ദൈവത്തിന് കൃപയോടുകൂടി ഉപയോഗിക്കാൻ കഴിയാതെ വരും. മൂന്നാമത്, അത് ഇരുമനസ്സുള്ള ജീവിത അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കും. യാക്കോബ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴിയിലൊക്കെയും അസ്ഥിരനാകുന്നു. അവൻ എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, ഇതൊന്നും അവൻ അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ അഹന്ത വാസ്തവത്തിൽ ഇറ്റ് ടേക്സ് ദ ബിലീവർ അവേ ഫ്രം ഗോഡ്. അത് വിശ്വാസിയെ ദൈവത്തിന് അകറ്റിക്കളയുന്നു. 2, ഡിഫൈൽസ് ഹിസ് ഹാർട്ട്സ് ആൻഡ് വർക്ക്സ്. അവന്റെ പ്രവർത്തനമണ്ഡലത്തെയും അവന്റെ ഹൃദയത്തെയും അത് അശുദ്ധമാക്കുന്നു. 3, അതവനെ ഇരുമനസ്സുള്ളവനാക്കി തീർക്കുന്നു. അത് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പ്രബോധനമാണ്. ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണ രാഹിത്യമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം ജീസസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഐ എന്ന എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അവിടെയാണ് ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചെയ്യണം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വളരെ വിശ്വസ്തതയുള്ള, നിഷ്കളങ്കത്വമുള്ള, ദൈവത്തിന് പ്രസാദകരമായ ഒരു ഹൃദയസ്ഥിതിയും ജീവിതവും പ്രവർത്തനവും ഉണ്ടാകണം എന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെയുള്ള ഇവിടെ വാസ്തവത്തില് ഈ യാക്കോബ് പരാമർശിക്കുന്ന ഈ ആളുകൾ അല്ലെങ്കിൽ ഈ വിശ്വാസികളായ ആളുകൾ ലൗകികമായ കാര്യങ്ങളിൽ സന്തോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും അതില് അഹങ്കരിക്കുകയും ചെയ്തവരായിരുന്നു. വിശ്വാസികൾ വാസ്തവത്തിൽ സുബോധശീലരും കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ നിലയിൽ ചിന്തിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ അകറ്റി സൂക്ഷിക്കുന്നവരുമായിരിക്കണം. പാപം ചെയ്തുകൂടാത്ത ഒരു വിശ്വാസിയില്ല. ഏത് ദൈവപൈതലിനും ജീവിതത്തിൽ പാളിച്ചകളും തകരാറുകളും പാപവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളവയെ ജീവിതത്തിൽ നിന്ന് അകറ്റി സൂക്ഷിക്കണം. ഇവിടെയാണ് ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് യാക്കോബ് പറയുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവിടുന്ന് കൃപ പകരുന്നു. അവരോട് അതിന്റെ 8, 9, 10 വാക്യങ്ങൾ യാക്കോബ് അഹങ്കാരത്തിന് എതിരെ നൽകുന്ന ശക്തിയേറിയ ഒരു മുന്നറിയിപ്പാണ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് 11, 12 വാക്യങ്ങളാണ്. 11, 12 വാക്യങ്ങൾ വാർണിംഗ് അഗൈൻസ്റ്റ് ക്രിറ്റിസിസം, നിരൂപണം, വിമർശനത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. വിമർശിക്കുന്നത് തെറ്റല്ല. നമ്മളൊക്കെ സാധാരണ വിമർശിക്കുന്ന ആളെ എന്നെ വിമർശനം തന്നെ ആൾക്കാർ വിളിക്കുന്നു. പല ശുശ്രൂഷകളും എനിക്ക് നൽകുകയോ തരാതിരിക്കുകയോ അകറ്റി നിർത്തുവച്ചതിന്റെ കാരണം വിമർശിക്കുന്നു എന്നുള്ള ഒരു പരാതി. വിമർശനം 2 തരമുണ്ട്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ക്രിയാത്മകമായിരിക്കുന്ന വിമർശനം. സോ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ബിൽഡ്സ് അപ്പ്, അത് പണിയപ്പെടുന്നതാണ് അല്ലെങ്കിൽ പടുത്തുയർത്തുവാൻ സഹായകരമാണ്. ഒരാളുടെ ജീവിതത്തിന്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോമ്പിറ്റൻസി, അദ്ദേഹത്തിന്റെ ഗ്രേസസ് ഇത് കാണുമ്പോൾ അതിൽ അദ്ദേഹം ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു തെറ്റ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്നേഹത്തോടുകൂടിയ അദ്ദേഹത്തോടുള്ള വിമർശനം അദ്ദേഹത്തിന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിലെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്നു. അങ്ങനെയുള്ള ക്രിറ്റിസിസത്തെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ അത് ക്രിയാത്മകമാകുന്ന വിമർശനം എന്നാണ് പറയുന്നത്. എന്നാൽ വേറൊന്നുണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിമർശിക്കുന്ന, സകലത്തെയും വിമർശിക്കുന്ന, നന്മയും വിമർശിക്കുന്ന, തിന്മയും വിമർശിക്കുന്ന, തൊട്ടതിനെല്ലാം വിമർശിക്കുന്ന നാശോന്മുഖമാകുന്ന സ്വഭാവ രീതി. അത് വാസ്തവത്തില് യാക്കോബ് ഇവിടെ എടുത്തു പറയും. അത് നല്ലതല്ല. എന്നറിയാമോ? മറ്റുള്ള ആളുകളെ തിന്മയായ നിലയിൽ അല്ലെങ്കിൽ തെറ്റായ നിലയിൽ ദോഷീകരമായ നിലയിൽ വിമർശിക്കുന്നത് നമുക്ക് ഭൂഷണമല്ല, നമ്മൾ അതിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അനേക പ്രാദേശിക സഭകളും തെറ്റായ നിലയിൽ അല്ലെങ്കിൽ ദോഷീകമായ നിലയിലുള്ള വിമർശന രീതികൾ കൊണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാവിന്റെ വാക്കാനം കൊണ്ട് പല സഹോദരന്മാരെയും അകറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു ആരാധനയോഗത്തിന് സംബന്ധിക്കുകയാണ്. ഹൃദയത്തിൽ പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് ഒരു സഹോദരൻ 10-79 വയസ്സുള്ള മനുഷ്യ, അദ്ദേഹം ആ ക്രൂശിന്റെ ചിന്ത പറയുന്ന സമയത്ത് പറയുകയാണ്, നിന്നെ ദൈവം ഓടിച്ചിട്ട് പിടിക്കും, എവിടെ വെച്ചെങ്കിലും ദൈവം നിന്നെ പിടിക്കും. സ്വന്തം തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സ്വന്തം ജീവിതത്തോട് തൂക്കുകെട്ട പിടിച്ചിട്ട് അവിടത്തെ പോരായ്മ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ മേൽ തൂക്കുകെട്ട പിടിക്കാൻ വരുന്ന ഡിസ്ഗ്രേസ്ഡ് ആകുന്ന ഹേറ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ്. വാസ്തവത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്ക് സുബോധത്തോടുകൂടിയ വിവേചന ബുദ്ധി വളരെ ആവശ്യമാണ്.
നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും ദൈവസ്ഥനിൽ സുബോധം ഉള്ളതും അതുപോലെ ഡിസൈൻമെന്റ് വിവേകം ഉള്ളതും തിന്മകളെ തിരിച്ചറിയുവാൻ കഴിയുന്നതുമായ ഒരു ഹൃദയം ആയിരിക്കണം. അല്ലെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മൾ മറ്റുള്ളവരെ പണിയുന്നതിന് പകരം മറ്റുള്ളവരെ ഇടിച്ചു കളയുന്നവരായി മാറും. ഒരാളുടെ ശുശ്രൂഷ രംഗത്തോ ഒരാളുടെ ജീവിതവശത്തോ ഒരു നല്ല ഒരു ചിന്ത കണ്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കണം. 1979 ഞാൻ വേലയ്ക്കായി ഇറങ്ങി 2 കൊല്ലം ആകുന്നേ ഉള്ളൂ. ഒരു പ്രാദേശിക സഭയിൽ വടക്കൻ മേഖലയിലാണ് ഞാൻ യോഗത്തിനായിട്ട് സംബന്ധിച്ചു. അന്ന് ലഭിച്ചിരുന്ന ആത്മിക ആവേശവും ഉത്സാഹവും നിമിത്തം ഉദാഹരണം പറയുകയാണ്. ഞാൻ എഴുന്നേറ്റ് സംഖ്യാപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യാംശം വായിച്ചു. ആ വായിച്ചത് ഇതാണ്: ഈ മോശ കനാൻ ദേശം ഉറ്റുനോക്കാൻ പറഞ്ഞയച്ച ഒറ്റുകാരായ ആളുകളിൽ 2 പേര് എസ്കോൾ താഴ്വരയോളം ചെന്ന് ഒരു മുന്തിരിവള്ളി കുലയോട് പറിച്ചെടുത്ത് അത് തണ്ടിന്മേൽ വെച്ച് ചുമന്ന് അത് മോശയിൽ കൊണ്ടുവന്നു. ദേശത്തിന്റെ ഫല സമൃദ്ധി എന്താണെന്ന് മോശയെ ബോധ്യപ്പെടുത്താനാണ് അവരങ്ങനെ ചെയ്തത്. അവരിരുവരും യോശുവയും കാലേവുമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. 12 പേരെയാണ് ഒറ്റുകാരായിട്ട് അയച്ചത്. 10 പേര് തെറ്റായ റിപ്പോർട്ട് നൽകി. 2 പേരാണ് ഈ നല്ല റിപ്പോർട്ട് നൽകിയത്. അവരാണ് ഇത് ചുമന്നുകൊണ്ട് വന്നത്. അപ്പൊ ഞാന് വായിച്ചു കിട്ടിയ അറിവ്, അന്നത്തെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ യാമത്തിലെ വായിച്ചും കേട്ടും കിട്ടിയ അറിവനുസരിച്ച് ഈ മുന്തിരിക്കൊല എന്ന് പറയുന്നത് ദേശത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്ന അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷനെ ഇപ്പം ഞാൻ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. എന്നാൽ അന്ന് അത്രയും വിവേചന ബുദ്ധി അല്ലെങ്കിൽ വചനത്തെ ശരിയായ നിലയിൽ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള പ്രാപ്തിയായില്ല. ചെറുപ്പക്കാരനാ, 10-20 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മുന്തിരി കൊല വള്ളിയോട് പറിച്ചെടുക്കപ്പെട്ട മുന്തിരിവള്ളി സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അത് ചുമക്കുന്ന 2 ആളുകൾ മുമ്പും പിറകുമായി യോശുവയും കാലേവും 2 നിയമങ്ങളെയും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കാണിക്കുന്നു പറഞ്ഞു. അപ്പോ അതുകൊണ്ട് ഈ മുന്തിരിക്കൊല പുറകിൽ നിൽക്കുന്ന ആളിനെ പിറകിൽ നിന്ന് മുമ്പോട്ട് നോക്കി കാണാനും പിറകിൽ നിൽക്കുന്ന ആളിനെ മുമ്പോട്ട് നോക്കി കാണാനും മുമ്പിൽ നിൽക്കുന്ന ആളിനെ പിറകോട്ട് തിരിഞ്ഞ് കാണാനും സാധിക്കും എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. പഴയ നിയമ വിശുദ്ധന്മാർ മുൻപോട്ട് നോക്കി തങ്ങൾക്ക് വരുവാനുള്ള പ്രത്യാശയെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും പുതിയ നിയമ വിശ്വാസികൾ 2000 വർഷത്തിന് പിറകോട്ട് തിരിഞ്ഞു നോക്കി ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ക്രിസ്തുവിനെ ദർശിക്കുകയും ചെയ്യുന്നു. അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നോക്കിക്കോണം, 19 വയസ്സ് കഷ്ടിച്ചുള്ള ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ വളരെ പ്രായമുള്ള ഒരു ദേവദാസൻ, അദ്ദേഹം അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നയാളാണ്, എന്നോട് പരിഹാസപരമായി നിന്റെ ഒരു വ്യാഖ്യാനം ഇത് എന്നതാടാ എന്ന് പറഞ്ഞ് ജനത്തിന്റെ മുമ്പാ വെച്ച് എന്നെ പരിഹസിച്ചു. എനിക്കത് വളരെ വേദനയുണ്ടാക്കി. വാസ്തവത്തിൽ എന്നെ വേറിട്ട് മാറ്റി നിർത്തിയിട്ട്, മോനെ, ആ വ്യാഖ്യാനം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതങ്ങനെയല്ല. വാസ്തവത്തിൽ അതൊരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷനാണ്. അത് അല്പം കൂടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അല്പം കൂടെ പ്രോത്സാഹനമായിരുന്നു. എന്താ സംഭവിച്ചറിയാമോ? ഈ വാക്കുകൾ മറ്റുള്ളവർ ഭാവിച്ച് പരസ്യമായി എന്നെ സപ്രസ് ചെയ്ത ഈ വാക്കുകൾ കുറെ ആഴ്ചകൾ പിന്നീട് ആരാനിക്ക് എഴുന്നേറ്റ് ചിന്ത പറയുന്നത് തന്നെ പുറകോട്ട് വലിച്ചു. ഇതിനെയാണ് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. മറ്റൊരാള് പ്രയോജനപരമായി തീരാതിരിക്കത്തക്കോണമുള്ള ക്രിറ്റിസിസം. വിമർശനം നമുക്ക് ആവശ്യമാണ്. പ്രവാചകന്മാർ പലരും വിമർശിക്കുന്നവരായിരുന്നു. വിഗ്രഹാരാധനയിലേക്ക് പോവുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഉപേക്ഷിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ മക്കളെ ഇസ്രായേലിലെ ഭാഷാന്യ പശുക്കളിൽ നിന്ന് വിളിച്ചവനായ ഷെയാവ്. വെള്ളമില്ലാത്ത കിണറുകൾ പൊട്ടക്കിണറുകൾ എന്ന സംബോധന ചെയ്തവരാണ് ഇരമ്യാവ്. അതുപോലെ മറിച്ചിടാത്ത ദോഷയെന്നും മരുക്കമില്ലാത്ത കാളക്കുട്ടിയെന്നും വിളിച്ചവനാണ് ഹോശയ്യ. അങ്ങനെ പ്രവാചകന്മാരൊക്കെ ശക്തമായി വിമർശിച്ചിട്ടുള്ളവരാണ്. യോഹന്നാൻ സ്നാപകൻ ഇസ്രായേൽ മക്കളെ കണ്ട് സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. വിമർശനം അതിൽ തന്നെ തെറ്റല്ല. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസ്ട്രക്റ്റീവ്, ബട്ട് മസ്റ്റ് ബി കൺസ്ട്രക്റ്റീവ്, ക്രിയാത്മകമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം അഹന്തയ്ക്കെതിരെ യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാമത് ഡിസ്ട്രക്റ്റീവായ ക്രിറ്റിസിസം, നമുക്ക് ആത്മീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത പ്രയോജനമല്ലാത്ത വിമർശനങ്ങളെ, നിരൂപണങ്ങളെ അദ്ദേഹം മുന്നറിയിക്കുന്നു. അങ്ങനെയുള്ള ദോഷീകമായ വിമർശനങ്ങൾ ആളുകളെ കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കുകയല്ല, കൂട്ടായ്മയിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും അകറ്റിക്കളയാണ് ചെയ്യുന്നത്. നമ്മുടെ പല സഭകളിലും ക്രിസ്തുവിന്റെ സ്നേഹം, വാത്സല്യം, മനോഭാവം ഇത് കാണിക്കാൻ കഴിയാതെ നാശോന്മുഖമായ വാക്കുകൾ കൊണ്ട് ആളുകളെ പരസ്യമായി
വിമർശിക്കുകയും അടിച്ചമർത്തുകയും തരം താഴ്ത്തുകയും പബ്ലിക്കിന് മുമ്പാകെ അവരെ നോയിസൻസായി കാണുകയും ചെയ്തുകൊണ്ട് തന്നെ സഭാതലം വിട്ടുപോകുന്ന യുവജനതകൾ ധാരാളം ഉണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ വാണിംഗ് എഗൻസ്റ്റ് അരഗന്റ് സെൽഫ് കോൺഫിഡൻസ്, അഹന്തയോടുകൂടിയ ആത്മവിശ്വാസം. അഹന്തയോടുകൂടി അരഗന്റ് സെൽഫ് കോൺഫിഡൻസ് 13 മുതൽ 17 വാക്യങ്ങൾ. അഹങ്കാരം, ഈ നിരൂപകാത്മകമായ മനസ്സ്, ഇത് വാസ്തവത്തില് ഒരു തെറ്റായ ആത്മവിശ്വാസത്തിലേക്ക് മനുഷ്യൻ നയിക്കും. ഇത് മൂന്നും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഏതല്ല, അഹങ്കാരവും അതുപോലെ തന്നെ അൺവാണ്ടഡ് ക്രിറ്റിസിസവും പിന്നെ തെറ്റായ ആത്മവിശ്വാസവും ഒരേ പാളത്തിൽ യാത്ര ചെയ്യുന്ന 3 ഘടകങ്ങളാണ്. വാസ്തവത്തിൽ താഴ്മയും വിനയവുമുള്ള വിശ്വാസികൾ ദൈവസ്ഥ അനുസരണക്കേടോ വചനത്തോട് അനുസരണക്കേടോ കാണിക്കുന്ന വിശ്വാസികളെ ദൈവസ്നേഹത്തിൽ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവരെ സഹായിക്കുകയും അതിനവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ക്രിസ്തീയ സ്നേഹമാണ് സകലത്തിനും ആധാരമായിരിക്കുന്നത്. വാസ്തവത്തില് ഈ ജീവിതത്തിൽ താഴ്മയുള്ള ആളുകൾ എങ്ങനെയാണ് നാളത്തെ ദിവസത്തെക്കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ പദ്ധതികളെ സംബന്ധിച്ചും ചിന്തിക്കുന്നത് യാക്കോബ് പറയുന്നു. ഒന്ന്, കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ നാളെ ഇന്ന പട്ടണത്തിലേക്ക് പോകും, ഇത്ര കാലം അവിടെ ആയിരിക്കും, ഇന്ന നിലയിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും എന്ന് പറയും. പക്ഷെ അതിന്റെ പിറവിലൊരു പ്രിഫിക്സ് ഉണ്ട്. അതാണ് ഇഫ് ദ ലോർഡ് വിൽസ്, കർത്താവിന് ഇഷ്ടമെങ്കിൽ. എന്നാൽ ദൈവഹിതത്തെ അന്വേഷിക്കാത്ത, വിലമതിക്കാത്ത ദാർഷ്ട്യക്കാരും പിന്നെ മറ്റുള്ളവരെ നാശോന്മുഖമായ നിലയിൽ വിമർശിക്കുന്നവരും തെറ്റായ ആത്മവിശ്വാസമുള്ള ആളുകളും ദൈവഹിതത്തിന് വില കൽപ്പിക്കാറില്ല. ഞങ്ങൾ ഇന്ന പട്ടണത്തിലേക്ക് പോകും, വ്യാപാരം ചെയ്യും, ഇത്ര കാലം അവിടെ നിൽക്കും, ഞങ്ങൾ ഏത് സമ്പാദിക്കും, മടങ്ങി വരും എന്നൊക്കെ ബോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ ബ്ലോസ്റ്റിംഗ് വാസ്തവത്തില് നമ്മെ പലപ്പോഴും വിജയത്തിലേക്കല്ല പരാജയത്തിലേക്ക് ആനയിക്കുന്ന ഘടകമാണെന്ന് യാക്കോബ് പറയുന്നു. ഞങ്ങളൊരു വലിയ പട്ടണത്തിലേക്ക് പോകും, വലിയ വ്യാപാരത്തിൽ ഏർപ്പെടും, ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങൾ ധാരാളം സമ്പാദിക്കും എന്നൊക്കെ പറയുന്നതിനേക്കാൾ കർത്താവിന് ഹിതമെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകും, ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ചില വ്യാപാരങ്ങളിൽ ഏർപ്പെടും, കർത്താവിന് ഹിതമെങ്കിൽ ഞങ്ങൾ മടങ്ങി വരികയും ഞങ്ങളുടെ സമ്പാദ്യം വിനിയോഗിക്കുകയും ചെയ്യും. ഇതിന്റെ എല്ലാം പിറകിൽ വ്യാപരിക്കുന്നത് കർത്താവിന്റെ ഹിതമാണ്. ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ കുറെ സ്ത്രീ പുരുഷന്മാരുടെ മരണവാർത്ത നമ്മുടെ ഈ ന്യൂസിൽ കൂടി കണ്ടു. 39 വയസ്സുള്ള ആള്, 26 വയസ്സുള്ള ആള്, 53 വയസ്സുള്ള ആള്, 64 വയസ്സുള്ള ആള്, 51 വയസ്സുള്ള ആള്. 60 താഴെയായി ഇതെല്ലാം ചടൂന്ന് മരിച്ച് മാറ്റപ്പെടും. നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ നാളുകളെ സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ? ഞങ്ങള് ഇന്ന പട്ടണത്തിൽ പോകും, ഇന്ന നിലയിൽ വ്യാപാരം ചെയ്യും, ഇന്ന പോലെ സമ്പാദിക്കും, ഇന്നതുപോലെ മടങ്ങി വരും എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ പറയാൻ അല്ലെങ്കിൽ ബോസ്ഫുള്ളി പറയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? 90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കോണം ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയാൽ 80, ഇപ്പൊ അതിനൊക്കെ താഴെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ എത്രയോ വലിയ അഹന്തയുടെ വാക്കുകൾ, എത്രയോ അഹങ്കാരത്തിലുള്ള ചിന്തകൾ, ദാർഷ്ട്യത്തോടുള്ള രീതികൾ ഒക്കെയാണ് ആളുകൾ പിൻപറ്റുന്നത്. നമുക്ക് നാളത്തെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ല. നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ആകാശത്ത് കാർമുകിൽ ഉരുണ്ടുകൂടി അത് മാഞ്ഞു പോകുന്ന പോലെ മനുഷ്യന്റെ ജീവനും വളരെ വേഗത്തിൽ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെക്കുറിച്ച് നമുക്ക് യാതൊരു സെർട്ടനിറ്റി ഇല്ല. നമ്മൾ എത്ര നാൾ ജീവിക്കും, എത്ര നാൾ ജോലി ചെയ്യും, എത്ര സമ്പാദിക്കും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കും, എത്രമധികം നാം സെൽഫ് കോൺഫിഡന്റ് ആവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു നിശ്ചയവും നിർണയവും നമ്മുടെ ജീവിതത്തിലില്ല, എനിക്കുമില്ല. ഞാൻ ഓരോ ദിവസവും തികഞ്ഞ ആത്മാർത്ഥത പറയുകയാണ്, ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുമ്പോൾ നാളെ രാവിലെ നിത്യതയിലാണ് കണ്ണു തുറക്കുന്നതെങ്കിൽ കർത്താവേ നിനക്ക് മഹത്വം, അല്ല ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിപ്പിക്കുവാൻ അങ്ങയ്ക്ക് തിരുഹിതമെങ്കിൽ പുതിയ പ്രഭാതം ഉണർന്ന് കാണുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. എല്ലാ ദിവസവും കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ആർക്ക് ഹൂ ഈസ് കോൺഫിഡന്റ്,
that tomorrow we will be awakened to live in this world. ഈ ലോകത്തിൽ നമുക്ക് ഒരു ജീവിതത്തിനായി നാളെ രാവിലെ എഴുന്നേൽക്കും എന്ന് വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കിടക്കയിലേക്ക് പോകുന്നത്, നമ്മൾ ഉണരുന്നത് നിത്യതയിലേക്ക് ആകുമെങ്കിൽ നമുക്കിവിടെ അഹങ്കരിക്കാൻ, നമുക്ക് ഈ ഭാവിക്കേണ്ട മീതെ ഭാവിക്കുവാൻ യാതൊന്നുമില്ല. നമുക്ക് വാസ്തവത്തില് അറിയപ്പെടാത്ത അജ്ഞാതമായിരിക്കുന്ന നാളെയുടെ നാളിനെ കുറിച്ച് ഒന്നും അഹങ്കരിക്കാനായിട്ടില്ല. പലരും പല പദ്ധതികളും ആവിഷ്കരിക്കുന്നു. പക്ഷെ ആ പദ്ധതികളൊക്കെ ഹാഫ് ഡണ്ണായി, ചിലർക്ക് തുടങ്ങാൻ കഴിയാത്തതായി ഒക്കെ ഈ ലോകത്തെ വിട്ട് അവർ മാറ്റപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തില് നമുക്ക് രണ്ട് നിലയിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് യാക്കോബ് പറയുന്നത്. സിൻ ഓഫ് കമ്മീഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യേണ്ടാത്തത് ചെയ്യുക. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവമാണ്. വളരെ പക്വതയോടെ മോശ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാളുകൾ, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണമേ, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. യാക്കോബിന്റെ പഠനത്തിന്റെ 19-ാം എപ്പിസോഡിന്റെ 2ാം ഭാഗം ഇന്ന് ഇവിടെ ഞാൻ നിർത്തുകയാണ്. 3 ഭയനിർദ്ദേശങ്ങളാണ് യാക്കോബ് നൽകുന്നത്. ആ 3 ഭയനിർദ്ദേശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. 1, വാർണിംഗ് എഗൻസ്റ്റ് പ്രൈഡ്, അഹങ്കാരത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. 2, വാർണിംഗ് എഗൻസ്റ്റ് ക്രിറ്റിസിസം, തെറ്റായ വിമർശനത്തിനെതിരെയുള്ള മുന്നറിയിപ്പ്. 3, വാർണിംഗ് എഗൻസ്റ്റ് അരഗന്റ് സെൽഫ് കോൺഫിഡൻസ്, അഹന്തയോടുകൂടിയ ആത്മവിശ്വാസത്തിനെതിരെയുള്ള ഭയാനകമായ മുന്നറിയിപ്പ്. ഇതിന്റെ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വാക്യങ്ങളിൽ ഈ 3 മുന്നറിയിപ്പുകൾ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസികൾക്ക് നിരന്തരമായി പോരാട്ടമുള്ള 3 മണ്ഡലങ്ങൾ, ലോകം, ജഡം, പിശാച് എന്നിങ്ങനെ 3 മണ്ഡലങ്ങളുമാണ് യാക്കോബ് വിശകലനം ചെയ്തത്. തൽക്കാലം ഈ ചിന്തകൾ നിങ്ങൾക്ക് ഏവർക്കും ധന്യവും അനുഗ്രഹവുമാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വെച്ചാൽ 5-ാം അധ്യായത്തിന്റെ ചിന്ത അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അടുത്ത 2 എപ്പിസോഡുകൾ കൂടെ ചെയ്യുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിന്റെ ഈ ലളിതമായ പഠനം അല്ലെങ്കിൽ സംഗ്രഹമായ പഠനം അതിന്റെ പരിസമാപ്തി കുറിക്കും എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള. ഗോഡ് ബ്ലസ് യു ഓൾ.